JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ടൈപ്പിസ്റ്റ് പരീക്ഷ 13/8/2024 നടന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 4 ഡിലീഷനും 4 ആൻസർ പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ കട്ട് ഓഫ് മാർക്കിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ഏതൊക്കെ ആൻസർ ആണ് ഡിലീഷൻ ആയിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഡിലീഷൻ ആയത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭാഗീരഥി ആൻഡ് അളകനന്ദ ഈസ്. അതാണ് ആദ്യമായിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ആയത്. കോഡ് നമ്പർ എ കോഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് ഡിലീഷൻ ആയത്. ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭാഗീരഥി ആൻഡ് അളകനന്ദ ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയത് 35ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ നെയിം ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ. അങ്ങനെ രണ്ടാമത്തെ ഡിലീഷൻ ആയത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ നെയിം ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ. അടുത്ത ഡിലീഷൻ ആയത് 38ാമത്തെ ആണ്. വെൻ എ റേഞ്ച് ഈസ് സെലക്ടഡ് ഹൗ ക്യാൻ യു ആക്ടിവേറ്റ് ദ പ്രീവിയസ് സെൽ. വെൻ എ റേഞ്ച് ഈസ് സെലക്ടഡ് ഹൗ ക്യാൻ യു ആക്ടിവേറ്റ് ദ പ്രീവിയസ് സെൽ. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിലീഷൻ ആയത്. അടുത്ത ഡിലീഷൻ ആയത് 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്. അങ്ങനെ ഈ 4 ചോദ്യങ്ങളാണ് ഡിലീഷൻ ആയിട്ടുള്ളത്. 9, 35, 38, 93 ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ഡിലീഷൻ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ 4 ചോദ്യത്തില് പ്രൊവിഷണൽ ആൻസർ കീയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫൈനൽ ആൻസർ കീയില് ഡി ആണ് ഇതിന്റെ ആൻസർ വന്നേക്കുന്നത്. 56ാമത്തെ ചോദ്യമാണ് ആദ്യമായിട്ട് ആൻസർ കീയിൽ ചേഞ്ച് വന്നത്. ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓപ്ഷൻ ആർ ട്രൂ. 4 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആ പ്രകാരം 4 ഓപ്ഷനിന്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ എ ആയിരുന്നു. only 1, 2 and 3 എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫൈനൽ ആൻസർ കീയിൽ എല്ലാം ശരിയാണ് എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് ഡി എന്ന് മാറിയിട്ടുണ്ട്. 56ാമത്തെ ചോദ്യം. അടുത്തത് 57ാമത്തെ ചോദ്യമാണ്. അടുത്ത് ആൻസർ കീയിൽ ചേഞ്ച് വന്ന് ദ റിബൺ സ്റ്റാർട്സ് ടു മൂവ് ഫ്രം വൺ സ്പൂൾ ടു അനദർ സ്പൂൾ ഓട്ടോമാറ്റിക്കലി ഈസ് നോൺ ആസ്. അതിന്റെ അകത്ത് പ്രൊവിഷണൽ ആൻസർ കീ ആൻസർ ഓൾ ദ എബവ് എന്നാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീയിലെ ചേഞ്ച് വന്നിട്ട് ഏതാണ്? സി ആണ്. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. അതാണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആൻസർ കീയിൽ 57ാമത്തെ ചോദ്യമാണ് രണ്ടാമത് മാറ്റം വന്നത്. അടുത്തത് നോക്കാം. അടുത്തത് 84ാമത്തെ ചോദ്യമാണ് മാറ്റം വന്നിട്ടുള്ളത്. ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവർ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അംഗിവാക്യം ഏത്? ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവർ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അംഗിവാക്യം ഏത്? അപ്പോൾ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നു എന്നാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് മാറ്റം വന്നു. ഏതാണ് ഫൈനൽ ആൻസർ കീയിൽ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അവൻ ദൈവശിക്ഷ അനുഭവിക്കും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ മാറ്റം വന്നു. അത് അടുത്ത ക്വസ്റ്റ്യനിന് മാറ്റം വന്നത് 94ാമത്തെ ചോദ്യമാണ്. ശരിയായ പദം ഏത്? ഇതിന്റെ അകത്ത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ദൃഢം എന്നുള്ളതാണ് ശരിയായ പദമായിട്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദൃഢം എന്നുള്ള ഓപ്ഷൻ എ ആയിട്ടുള്ള ആൻസർ ആണ് ശരിയായ പദത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതും മാറ്റം വന്നിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്ക്, ആദ്യം നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം. അതിനുശേഷം എക്സ്പെക്ടഡ് കട്ട് ഓഫ് മാർക്ക് നോക്കാം. അതായത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 608/2021 കട്ട് ഓഫ് മാർക്ക് വന്നത് എത്രയാണ്? 61.67 ആണ്. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എക്സാമില് കാറ്റഗറി നമ്പർ 608/2021 അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നത് 61.67 ആണ്.
അതുപോലെ തന്നെ ജൂനിയർ ടൈപ്പിസ്റ്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് അതിന് കട്ട് ഓഫ് മാർക്ക് വന്നത് എത്രയാണ് 66 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നത്. അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 298/2021 അതിന് കട്ട് ഓഫ് മാർക്ക് വന്നത് 64 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നത്. നമുക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇനിയിപ്പോൾ 4 ചോദ്യം ഡിലീഷൻ ആയതുകൊണ്ട് 96 മാർക്കിലായിരിക്കും കണക്കാക്കുക. അല്ല 96 മാർക്കിലായിരിക്കും 96 മാർക്കിലായിരിക്കും കണക്കാക്കുക. 4 ഡിലീഷൻ ആയി, അതുകൊണ്ട് ഇനി ആ 4 പോയിട്ട് 96 മാർക്കിലായിരിക്കും മാർക്ക് കണക്കാക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 60-നും 65-നും ഇടയ്ക്ക് വരാൻ സാധ്യതയാണ് ഉള്ളത്. അതുപോലെ തന്നെ PSC എത്ര പേരുടെ ലിസ്റ്റ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുക. ഇപ്പൊ 100 പേരുടെ ഒരു ലിസ്റ്റുമാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് മാർക്ക് ലഭിക്കുന്ന ആളുടെ മാർക്കാണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് ഏകദേശം 60-നും 65-നും ഇടയ്ക്ക് വരാനാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.